അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ മുഅ്ജിസത്തുകൾ നിഷേധിക്കുന്നവർ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്ത് സംഭവിക്കും, ഔലിയാക്കന്മാർക്ക് കറാമത്ത് സംഭവിക്കും. ഇത് നിഷേധിക്കുന്നവർക്ക് ഇസ്ലാം എന്ന് പുറത്തു പോകാനുള്ള ഡോർ തുറന്നു കൊടുക്കാണ്. പൊയ്ക്കോളൂ, യുക്തിവാദികൾ അകത്ത് വേണ്ട, നിങ്ങൾക്ക് പുറത്തു പോകാം. അങ്ങനെ പരീക്ഷണമായിരുന്നു പരിശുദ്ധമായ ഇസ്റാഉം മിഅ്റാജും. അല്ലാഹു നമ്മുടെ ഈമാൻ ഉറപ്പിച്ചു തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബ് കണ്ട കാഴ്ചകൾ അത്ഭുതമാണ്. വല്ലാഹി നബി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലം, ഞാൻ അറിയുന്നതൊക്കെ നിങ്ങൾ അറിയുമായിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലാ വലബഖൈതും കസീറാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ. മിഅ്റാജിന്റെ രാവിൽ കണ്ട കാഴ്ചകൾ അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അല്ലാഹു കാണിച്ചു തന്നു നരകം കാണിച്ചു. നരകവും സ്വർഗവും ഇപ്പോൾ നിലവിൽ അല്ലാഹു സൃഷ്ടിച്ചതായി നിലവിലുണ്ടെന്നാണ് നമ്മുടെ അഹ്ലുസ് സുന്ന ജമാഅത്തിന്റെ അഖീദ. അതാണ്, ഇപ്പോഴും നിലവിലുണ്ട് സ്വർഗവും നരകവും. ഞാൻ നരകം എനിക്ക് കാണിക്കപ്പെട്ടു. ഫറഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, ഞാനതിൽ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളെയാണെന്ന് റസൂലുള്ളാഹി. അവർ ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, എന്തേ നബിയെ ഞങ്ങൾ അവിടെ കൂടുതൽ കാണാൻ കാരണം? പെണ്ണുങ്ങളുടെ അവരുടെ പ്രസൻസ് ആണ് കൂടുതൽ, എന്തേ ഞങ്ങൾ അവിടെ കൂടാൻ കാരണം? എന്താ മറുപടി എന്നറിയോ? തുക്സിർനൽ ലഅന വതക്ഫുർനൽ അശീർ. ഉമ്മമാരെ, സഹോദരിമാരെ, പഠിക്കുന്ന പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളെ, ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളെ, നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നുവെങ്കിൽ മനസ്സിലാക്കി വച്ചേക്കണം, 2 കാരണങ്ങൾ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങൾ താക്കീത് ചെയ്യുകയാണ്. ചെയ്തു പോവല്ലേ. തുക്സിർനൽ ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. ഒരുപാട് ശപിക്കുന്ന വാക്ക് നിങ്ങൾ പറയും, ശാപത്തിന്റെ വചനങ്ങൾ പറയും. വതക്ഫുർനൽ അശീറ, നിങ്ങളുടെ പുതിയാപ്പിളയോട് നിങ്ങൾ നന്ദികേട് ചെയ്യാറില്ലേ? അവർ ചോദിച്ചു, ഞങ്ങൾ എന്ത് നന്ദികേടാ നബിയെ ചെയ്യാറുള്ളത്? ഇന്നഹ്സന ഇലൈകുമുദ് ദഹ്റ കുല്ലഹ്, കാലം മുഴുവനും നിങ്ങൾക്ക് ഉപകാരം ചെയ്ത ഭർത്താവിനെ, ആ ഭർത്താവിനോട് നിങ്ങൾ നന്ദി ചെയ്യാതിരിക്കുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് പാർക്കാൻ അന്തസ്സുള്ള വീടുണ്ടാക്കി തന്ന ഭർത്താവ്, നിങ്ങൾക്ക് യോജിച്ച രീതിയിൽ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കി തന്ന പുതിയാപ്പിള, എന്നിട്ട് എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിയാതെ വന്നാൽ, വാങ്ങിച്ചു തരാൻ കഴിയാതെ വന്നാൽ, നിർവഹിച്ചു തരാൻ സാധിക്കാതെ വന്നാൽ നിങ്ങൾ പറയാറില്ലേ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങൾ എനിക്ക് ഒരു ഉപകാരവും ഇതുവരെ ചെയ്തില്ല എന്ന്. കഴിഞ്ഞ കാലത്തെ മുഴുവൻ ഉപകാരങ്ങളും മറന്ന് ഒരൊറ്റ കാര്യത്തിന്റെ പേരിൽ നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഉപകാരവുമില്ലെന്ന് പറയാറില്ലേ? ഈ നന്ദികേട് നിങ്ങൾ ചെയ്യുന്നത് നരകത്തിലേക്ക് നിങ്ങളെ തള്ളിവിട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗൾഫിൽ കഷ്ടപ്പാട് ചെയ്ത് ഊണും ഉറക്കവുമില്ലാതെ ഏതെങ്കിലും ഒരു മത്തിമീന് വാങ്ങി 2 കഷ്ണമാക്കിയിട്ട അവിടെ ബാച്ചലർ റൂമിലും അല്ലാത്തിടത്തും കഴിയുന്നത്. ഇവിടെ ഡെയിലി അയക്കോറയും ആഗോലിയും അല്ലേ? അങ്ങനെ വളർത്തിയിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് മീൻ കൊണ്ടുവരുന്ന ആളോ, കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുവിടുന്ന ഓട്ടോറിക്ഷക്കാരനോ, സാധനം വാങ്ങിക്കാൻ സഹായിച്ചു കൊടുക്കുന്നവനോ, അയൽപ്പക്കത്ത് കല്യാണം കഴിക്കാതെ നടക്കുന്ന നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനോ ഒന്ന് വീട്ടിലേക്ക് കയറി ഇവളോടൊന്ന് പുഞ്ചിരിക്കുമ്പോ കണ്ട നാട്ടുകാരന്റെ കൂടെ അല്ലെങ്കിൽ അന്യ മതസ്ഥരായ അന്യജാതിക്കാരുടെ കൂടെ ഇവൾ ഇറങ്ങിപ്പോവാണ്. എന്റെ പുതിയാപ്പിള ഇതുപോലെ എന്നോട് തമാശ പറഞ്ഞിട്ടില്ല, എനിക്കെന്റെ തമാശ പിടിച്ചു, ഞാൻ നിന്റെ കൂടെ പോരാൻ. ഭർത്താവ് ചെയ്തു കൊടുത്ത ആയിരക്കണക്കിന് നിഅമത്തുകൾ മുഴുവനും മറച്ചു വെച്ചിട്ട് ഇതുപോലെ എനിക്ക് വേറെ ആരും ഇങ്ങനെ ഉപകാരം ചെയ്തില്ല, നീ തന്നെ ഒരൊറ്റ സുപ്രഭാതത്തിലെ ഒരു നേരം കണ്ട ഒരു നേരത്തെ പരിചയപ്പെടൽ, ഒരു നേരത്തെ ചിരി, ഒരു നേരത്തെ തമാശ, ആ ഒരു വാക്കിലുകൾ വീണു. എന്നിട്ട് ഇറങ്ങി ഓടാൻ. മക്കളുണ്ടവിടെ, കെട്ടിക്കാനായ കുട്ടികളുണ്ട്, ഒന്നും പ്രശ്നമില്ല. മനുഷ്യന്റെ ശരീരത്തിന്റെ വികാരമടക്കാൻ വേണ്ടി മാത്രം മൃഗങ്ങൾ ചെയ്യുന്ന പണിക്ക് പോവുക. എന്നിട്ട് സ്വന്തം ഭർത്താവും സ്വന്തം ബാപ്പയും ഉമ്മയും ചെയ്തു വെച്ച സർവ്വോപകാരങ്ങളും നിങ്ങൾ നിസ്സാരമായി തള്ളിയിട്ട് ഇറങ്ങി ഓടാറില്ലേ? നിങ്ങൾ ചെയ്യുന്നത് നന്ദികേടാണ്. കുഫ്റാനുൻ നിഅമ തക്ഫുർനൽ അശീർ. ഭർത്താവിനോട് ചെയ്യുന്ന ഈ നന്ദികേട് നിങ്ങളെ നരകത്തിലേക്ക് തള്ളിവിടാൻ കാരണമായത് ഞാൻ അറിഞ്ഞുവെന്ന പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അവിടുന്ന് പറയുമായിരുന്നു യദ്ഖുലു ഫുഖറാഉ ഉമ്മതി ഖബ്ല അഗ്നിയാഇഹാ ബിനിസ്ഫി യൗമിൻ വയൗമുൻ ഇൻദ റബ്ബിക അൽഫു സനഹ. എന്റെ സമൂഹത്തിലെ പാവപ്പെട്ട ആളുകളാണ് ഞാൻ സ്വർഗത്തിൽ ഒരുപാട് കണ്ടത്. എന്റെ സമൂഹത്തിലെ മുതലാളിമാർ സ്വർഗത്തിലേക്ക് കടക്കുന്നതിന്റെ അര ദിവസം മുമ്പ് പാവപ്പെട്ടവർ സ്വർഗത്തിലേക്ക് കടക്കുന്നുണ്ട്. ഇങ്ങനെ മുതലാളിമാര് പോകുന്നതിന്റെ അര ദിവസം മുമ്പ് പാവപ്പെട്ടവര് സ്വർഗത്തിലേക്ക് എത്തിയിരിക്കും. അള്ളാഹുവിന്റെ അരികത്തൊരു ദിവസം എന്ന് പറയുന്നത് അൽഫു സനത്തിൻ 1000 വർഷമാണ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവര് സ്വർഗത്തിൽ കയറി 500 കൊല്ലം കഴിഞ്ഞാലാ മുതലാളിമാര് സ്വർഗത്തിൽ കയറുന്നത്. നമ്മൾ വിചാരിക്കും ഇത് ആരെപ്പറ്റിയായി പറയണത്, ആരപ്പി മുതലാളിയെന്ന്. ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുമ്പോഴാ ഒരു ചെറുപ്പക്കാരൻ, ഞാൻ ആ പാവപ്പെട്ടവനാണോ? ഇബ്നു അബ്ബാസ് ഞങ്ങൾ ചോദിച്ചു, എന്ത്, നിനക്ക് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ രാത്രിക്ക് ഭക്ഷണം കിട്ടാറുണ്ടോ? എന്നാ ഇരിക്കല്ല ഫക്കീർ, ഈ മുതലാളിയാണ്. ഇപ്പൊ വേറൊരുത്തൻ, എനിക്കൊരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ, രാത്രി ഒന്നും കിട്ടാറില്ല. ഇപ്പൊ ചോദിച്ചു, നിനക്ക് ഈ ഉടുത്ത വസ്ത്രമല്ലാതെ വേറെ വസ്ത്രമുണ്ടോ? ഉണ്ട്, ഇരിക്ക്, നീയും പെട്ടിട്ടില്ല, നീയൊക്കെ മുതലാളിയാണ്. അത് ഒരുത്തൻ, എനിക്ക് ആകെ ഒരു ഡ്രസ് തന്നെ ഉള്ളൂ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലായി അടുത്ത നേരത്തിന്റെ കയ്യിലിട്ട് കിട്ടൂല. നീ കടം ചോദിച്ച ആരെങ്കിലും നിനക്ക് കടം തരുമെന്ന് ചോദിച്ചു. തരാറുണ്ട്. അത് നീ വീട്ടാൻ നിനക്ക് കഴിവുണ്ടെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ കടം തരുന്നത്, ഇരിക്ക്, നീയും പെട്ടിട്ടില്ല. അപ്പൊ ആരപ്പ ഈ മിസ്കീന്? നമ്മളൊന്നും ചിരിക്കണ്ട, നമ്മള് പോവും, ചെറുക്ക ദിവസമായി വാക്കിയോ എന്നൊക്കെയാണ് പോയി പറയണത്, അല്ലെങ്കിൽ ഭിക്ഷണ്ട. അങ്ങനെയൊന്നല്ല, നമ്മളൊക്കെ മുതലാളിമാരാന്ന ഈ കണക്കിൽ. ഒരു നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് അടുത്ത നേരത്തേക്ക് ഭക്ഷണം ഉണ്ടെങ്കിൽ നീ മുതലാളിയാണെന്നാണ്. ഒരു വസ്ത്രമല്ലാതെ വേറൊരു പേർ വസ്ത്രം ഉണ്ടെങ്കിൽ നീ മുതലാളിയാണെന്നാണ്. ഇത് രണ്ടുമില്ല, ആരെങ്കിലും ചോദിച്ച കടം തരുമെങ്കിൽ നീ മുതലാളിയാണ്. ഇബ്നു അബ്ബാസ് അതിൽപ്പെട്ട ഒരാൾ നിശ്ചു, എനിക്കാരും കടം തരൂല്ല, ആകെ ഒരു ഡ്രസ്സ് എനിക്കുള്ളൂ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാലായി. നീയാണ് ഈ 500 കൊല്ലം മുമ്പ് പോണ ആള്, അൻത മിൻഹും, നീ അതിൽപ്പെട്ട ആളാണ്. ഈ പറഞ്ഞ ആരെങ്കിലും ഒരാൾ ഈ കൂട്ടത്തിലുണ്ടോ? ഒരു നേരത്തെ ഭക്ഷണേ കിട്ടാറുള്ളൂ, അന്തിക്ക് കിട്ടാറില്ല, ഒരു കൂട്ടം ഡ്രസ്സേ ഉള്ളൂ, വേറെ ആര് കടം ചോദിച്ചാൽ കൊടുക്കൂല. അങ്ങനത്തെ ഒരുണ്ടോ? ഇല്ല. അപ്പൊ നമ്മളൊന്നും ഈ പെട്ടിട്ടില്ല. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തോളി. സഹാബി വന്ന് ചോദിച്ചു ഇബ്നു അബ്ബാസ് തങ്ങളോട്, അലസ്നാ മിൻ ഫുഖറാഇൽ മുഹാജിരീൻ, ഞങ്ങൾ മുഹാജിരീങ്ങളിൽ പെട്ട മിസ്കീന്മാരല്ലേ? ആണോ? എന്തേ, നിനക്ക് ഭാര്യ ഉണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്. നിനക്ക് കയറി കിടക്കാൻ ഒരു വീടുണ്ടോ? ഉണ്ട്. എന്നാ ഈ മുതലാളിയാണ്. ആള് പറഞ്ഞു, എന്റെ അടുത്തൊരു വേലക്കാരനുണ്ട്, നീ രാജാവാണ്, അൻത മലിക്. സുബ്ഹാനല്ലാഹ്. അപ്പോ ഫക്കീർ, അങ്ങനത്തെ ഫക്കീറന്മാരൊന്നില്ല. പിന്നെ നമ്മൾ കൂട്ടത്തിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഫക്കീറാണ്, അങ്ങനെയല്ലേ? അത്രേ ഉള്ളൂ. അല്ലാഹ് സ്വർഗം നബി തങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ അക്സറു അഹ്ലിഹൽ ഫുഖറാ, അതിൽ അധികം ആളുകളും ഫക്കീറന്മാരാണെന്നാണ്. നമ്മൾ ഈ പറഞ്ഞ ഫക്കീറേ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. നബി തങ്ങൾക്കൊരു കാഴ്ച കാണിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബിന് നബി തങ്ങൾക്ക് അള്ളാഹു ഒരു കാഴ്ച കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഒരാള് ഒരു വലിയ മൂർച്ചയുള്ള പാറയിൽ വന്ന തല കുത്തിപ്പൊട്ടിക്കാൻ, കൂർത്ത ഒരു പാറയിൽ ചോര ഒലിച്ച് തല പിളരുന്നുണ്ട്. വീണ്ടും ആ തല പൂർവസ്ഥിതിയിലേക്ക് മാറുന്നു, വീണ്ടും തലയെടുത്ത് അടിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, ആരാണ് ജിബ്രീലേ, ഇയാൾ എന്താണ് ഇയാൾ ചെയ്യുന്നത്? നബിയേ, കാന ലാ യുസല്ലി, തലക്ക് കനം ബാധിച്ച് നിസ്കരിക്കാത്ത മനുഷ്യനായിരുന്നു ഇയാൾ, നിസ്കരിക്കാറില്ലായിരുന്നു. നിസ്കരിക്കാത്തത് കൊണ്ട് ആ തലക്ക് ഭാരമുണ്ടായിരുന്ന സംഗതിക്ക് അള്ളാഹുവിടെ കൊടുക്കുന്ന ശിക്ഷയാണിതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് സത്യവിശ്വാസികളെ, പ്രായപൂർത്തിയായ ആണും പെണ്ണും നിസ്കാരം ഖളാ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർത്ത് ഖളാ വീട്ടിക്കോളൂ, കഴിയുന്നതൊക്കെ വീട്ടിക്കോളൂ. ഒരു നിസ്കാരത്തിന്റെ കൂടെ ഒരു ഫർള് അല്ലെങ്കിൽ 2 ഫർള് നഷ്ടപ്പെട്ട എത്രയാണോ ഖളാ വീട്ടിക്കോ. കുറെ പ്രായമായ ആളുകൾ നിസ്കാരിപ്പ തുടങ്ങിയിട്ടുള്ളൂ, ഖളാ വീട്ടിക്കോളൂ. അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കും, പടച്ചോനെ, എങ്ങാനും എനിക്ക് മുഴുവൻ നിസ്കരിക്കാൻ പറ്റാതെ ഞാൻ മരിച്ചുപോയാ എനിക്ക് മാപ്പ് തരണേ. അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കും ചെയ്യാം, നിസ്കാരം ഖളാ വീട്ടും ചെയ്യാം. നമ്മളതാ പറയാം, അവര് സുന്നത്തല്ല നിസ്കരിക്കേണ്ടത്. സുന്നത്ത് നിസ്കരിക്കാനുള്ള ആരോഗ്യമുണ്ടോ? നീ ഫർള് നിസ്കരിച്ചോ, 2 റക്അത്ത് സുബഹി ഖളാ വീട്ടിക്കോ.
സുന്നത്ത് നിസ്കാരം ഹറാമാന്ന് അല്ലെങ്കിൽ പറ്റൂല എന്നൊക്കെ ഉസ്താദ്മാർ പറയുമ്പോൾ എന്നാലേ ഞാൻ തറാവിക്കൊന്നും നിസ്കരിക്കില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നിനക്ക് നിസ്കരിക്കാനുള്ള കഴിവുണ്ടോ? നീ ഫർള് നിസ്കരിക്കണം. അതിനർത്ഥം തറാവി നിസ്കരിക്കാതെ കൈ കെട്ടിക്കണം എന്നല്ല അതിനർത്ഥം. നിനക്ക് തറാവിഹിനേക്കാളും നിനക്ക് നിർബന്ധമായൊരു സംഗതി ബാക്കി നിൽക്കാൻ, എന്റെ ഫർള് നീ ഖളാ കൂട്ടിക്കോ. രണ്ട് സുബഹിയായിട്ട് ഖളാ കൂട്ടിക്കോ, അല്ലെങ്കിൽ 4 റക്അത്തായിട്ട് ളുഹ്ർ അസ്ർ ഖളാ കൂട്ടിക്കോ, ഇശാ ഖളാ കൂട്ടിക്കോ. നിസ്കാരം നഷ്ടപ്പെടുത്തിയ ആളുകൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന ശിക്ഷ അല്ലാഹുവിന്റെ ഹബീബിനെ കാണിച്ചു കൊടുത്തു. വേറെ ചില ആളുകളുണ്ട്, അവരുടെ നാവ് വലിച്ചു നീട്ടിയിട്ട് ഇരുമ്പിന്റെ കൊളത്തുകൊണ്ട് ശരീരത്തിൽ അവരുടെ കവിളുകളിൽ അവര് ആ കമ്പി കൊണ്ട് വലിച്ചു കീറുന്നുണ്ട്. മലക്കുകള് നാവും വായും വലിച്ചു കീറപ്പെടുന്നുണ്ട്. ആരാണിവര്? യസ്ദിഖൂന വുജൂഹഹും, മുഖം പറിച്ചു കീറുന്ന ആളുകൾ ആരാണെന്നറിയുമോ? മറ്റുള്ളവരുടെ ഇറച്ചു നിന്നവരാണ്. ഗീബത്തും നമീമത്തും പറയുന്നവര്, മറ്റുള്ളവരെ അപമാനിക്കുന്ന രീതിയിൽ എഴുതിവിടുന്നവരെ, കളിയാക്കുന്നവരെ, പരിഹസിക്കുന്നവരെ.